കൊച്ചി SRM റോഡിൽ യുവാവിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ പിടികൂടി. പത്തനംതിട്ട സ്വദേശി അഭിജിത്താണ് കസ്റ്റഡിയിലായത്. കാറും പോലീസ് പിടിച്ചു. കാറുടമ അമർനാഥിനായി അന്വേഷണം തുടരുകയാണ്. ഇടപ്പള്ളിയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. മദ്യപ സംഘത്തിന്റെ വിളയാട്ടം ചോദ്യം ചെയ്തതിനായിരുന്നു യുവാവിനെ കാറിന്റെ ബോണറ്റിൽ വെച്ച് 1 കിലോമീറ്ററോളം വാഹനം ഓടിച്ചത്. ഡാനി പോൾ ചേരുക. ഡാനി, ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. എത്ര ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത് എന്നുള്ളത് ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ഒപ്പം ഇത് ഈ മദ്യപ സംഘത്തിന്റെ വിളയാട്ടം ചോദ്യം ചെയ്തതിനാണ് എന്നുള്ളതാണ്. മനഃപൂർവ്വം നേരത്തെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു പ്രവൃത്തിയാണ് എന്ന് തന്നെയാണോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടാകുന്നത്, രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത്. പക്ഷെ ഒരു ആസൂത്രണ സ്വഭാവത്തോടു കൂടി നടത്തിയതാണ് എന്നത് പോലീസ് പറയുന്നില്ല. ആ രീതിയിലേക്ക് കണ്ടെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇയാളെ ഈ അപായപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവർ ആ സമയത്ത് അങ്ങനെയുണ്ടായ ഒരു സമയത്ത് അവർ ഈ രീതിയിൽ സമയം പ്രയോജനപ്പെടുത്തി കാറ് ഇടിപ്പിച്ചു എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പോകുന്നത്. പക്ഷേ ഇതിനൊരു ആസൂത്രണ സ്വഭാവം, നേരത്തെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നു എന്ന രീതിയിലല്ല അതിനെ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ ഈ കൂടുതൽ ഈ ഭക്ഷണ വിതരണ രംഗത്ത്, ഈ ഫുഡ് ഡെലിവറി രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി യുവാക്കൾ ഈ SRM റോഡ് കേന്ദ്രീകരിച്ച് അവിടെ ചെറിയ വാടകയിലെല്ലാം തന്നെ ലഭിക്കുന്ന മുറികളുണ്ട്. അവിടെ കേന്ദ്രീകരിച്ച് താമസിക്കുന്നവരുണ്ട്. പക്ഷേ അവിടെ ഇവരെ കാണാനെത്തിയതായിരുന്നു ഈ സംഘം. അവരുടെ സുഹൃത്തുക്കളെ കാണാനെത്തിയതായിരുന്നു ഈ അഭിജിത്ത് ഉൾപ്പെടെയുള്ള ഒരു സംഘം, 4 സംഘം അവിടേക്ക് എത്തുന്നത്. പക്ഷെ അവിടെ ഈ മദ്യപിച്ച് എത്തരുതെന്നും അവിടെ ആ രീതിയിൽ പെരുമാറരുതെന്നും ഈ വീട്ടുടമ പലപ്പോഴും ഇവരോടെല്ലാം തന്നെ പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ ഇവർ അവിടേക്ക് എത്തുകയും തുടർന്ന് വാക്ക് തർക്കമാകുകയും ചെയ്തിരുന്നു. അർഷാദ് എന്നൊരു യുവാവിനാണ് ഈ രീതിയിൽ, അയാളെയാണ് ഇവർ ഈ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കാറിൻ്റെ ബോണറ്റിലേക്ക് ഇരുത്തി ഒരു 500 മീറ്ററോളം ദൂരം ഇവർ വണ്ടി ഓടിച്ചു പോവുകയും തുടർന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മറിഞ്ഞു വീഴുക, അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. ഒടുന്നനെ ഉണ്ടായ ഒരു വാക്ക് തർക്കം, ആളുകൾ അവിടെ ബഹളം ഉണ്ടാക്കുന്നു. ഈ രീതിയിലേക്ക് ഇവിടെ പെരുമാറരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരികയും ചെയ്യുന്നു. ആ സമയത്താണ് ഇതിൽ മുന്നിൽ നിന്നിരുന്ന ഈ അർഷാദിൻ്റെ നേർക്കായി വാഹനം കൊണ്ടു ചെല്ലുന്നത്. അർഷാദ് ബോണറ്റിലേക്ക് വീഴുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ സംഘം അവിടെ നിന്ന് കടന്നു കളഞ്ഞു. 4 പേരടങ്ങുന്ന സംഘമാണ്. ഈ അഭിജിത്ത്, അടൂർ സ്വദേശിയാണ് അഭിജിത്ത്, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആൾ. 4 പേരടങ്ങുന്ന സംഘമാണ് അതിലുണ്ടായിരുന്നത്. പിന്നീട് ഈ അഭിജിത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പക്ഷേ വാഹനം കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വാഹനം ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടരുകയാണ്. പോലീസ് പറയുന്നത്, ഈ മേഖല കേന്ദ്രീകരിച്ച് നിരവധിയായ യുവാക്കൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവിടെ വന്ന് തമ്പടിക്കുന്നത് പതിവാണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപമാണ് ഈ പ്രദേശം, SRM റോഡ് എന്നെല്ലാം തന്നെ പറയുമ്പോൾ പലപ്പോഴും ഈ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന സംഭവങ്ങൾ, ലഹരി മരുന്ന് കേസുകൾ എന്നിവ അടക്കം ദിനം പ്രതി എന്നുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് ഈ അസ്വാഭാവികമായി പെരുമാറിയവരെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് പോലീസുള്ളത്. കാരണം ഒരാൾക്ക് നേരെ ഇങ്ങനെ വാഹനം ഓടിച്ചു കയറ്റി അയാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായി അവരുടെ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന രീതിയിലാണ് എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ അഭിജിത്തിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റ് 3 പേരെ കൂടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലാകാനുണ്ട്. അതാണ് സാഹചര്യം. ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഒരാളെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ബോണറ്റിലിരുത്തി 1 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നു. മദ്യപ സംഘത്തെ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസ് കാറടക്കം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരാൾ ഇപ്പോൾ പോലീസിന്റെ പിടിയിലുമുണ്ട്.